ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ട് അതിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢമായ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില നിഗൂഢമായ രഹസ്യങ്ങളാണ്. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയിൽ സ്പോയിലറുകൾ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മിഴി ഫിലിപ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. എൻ്റെ ഈ കുഞ്ഞു ചാനലിന് അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ലോക സിനിമയിൽ മൂത്തോൻ എന്ന കഥാപാത്രം മമ്മൂട്ടിയാണെന്നുള്ള കാര്യം ലോക ടീം തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, മമ്മൂട്ടിയുടെ ഈ മൂത്തോൻ എന്ന കഥാപാത്രം ഈ ഒരു സിനിമയിൽ എങ്ങനെയുള്ള കഥാപാത്രമായിരിക്കും, എന്തായിരിക്കും പുള്ളിയുടെ റോളെന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം. എനിക്കിതിൽ ആദ്യം സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ മൂത്തോൻ ഒരു കൊടൂര വില്ലനായിരിക്കാമെന്ന് തോന്നി. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ നീലിയായാലും ചാത്തനായാലും ഒടിയനായാലും ഇവരെയൊക്കെ കൊണ്ട് മൂത്തോൻ ഓരോ കാര്യങ്ങൾ സാധിപ്പിക്കുകയാണ്, മൂത്തോന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നി. കാര്യം ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ നീലി ഒരു വലിയ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നു. അവിടുന്ന് എന്തോ ഒരു സാധനം എടുത്തോ എന്ന് നീലിയോട് ചോദിക്കുന്നു. അപ്പോൾ അത് കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് നീലിയെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ എന്തോ ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്നു. അവിടെയും നീലിയെ കൊണ്ടുവന്നു. അപ്പോൾ മൂത്തോന് വേണ്ടി ഇവരെയൊക്കെ യൂസ് ചെയ്ത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ പിന്നീട് ഒന്നുകൂടെ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആ തോന്നൽ മാറി. പിന്നീട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ മൂത്തോൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഈ ഒരു ഹിന്ദു ദൈവമായിട്ടുള്ള ശിവൻ, അതായത് മഹാദേവനുമായിട്ട് സാമ്യമുള്ള ഒരു വലിയ പവർഫുൾ കഥാപാത്രമാണ്. അതായത് ഈ നീലി ആയാലും ഒടിയനായാലും ചാത്തനായാലും ഇവർക്കൊക്കെ മുകളിൽ നിൽക്കുന്ന, ഇവരുടെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വലിയ പവർഫുൾ കഥാപാത്രമാണെന്നാണ് എനിക്ക് തോന്നിയത്. മാത്രവുമല്ല വേറൊരു കാര്യം എനിക്ക് തോന്നി, ഈ ടൈറ്റിൽ കാർഡൊക്കെ കാണിക്കുന്ന സമയത്ത് അതിൽ കുറേ കാർട്ടൂൺ പോലെയൊക്കെ കാണിക്കുമ്പോൾ അതിലൊരു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു പേടകം കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് ഈ നമ്മുടെ മൂത്തോൻ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂത്തോൻ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ഒരു കഥാപാത്രമല്ല, മറ്റേതോ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അത് മൂത്തോൻ മാത്രമല്ല, നമ്മുടെ നീലിയും ഈ ഒടിയനും ഈ ചാത്തനുമെല്ലാം അവരുടെ യഥാർത്ഥ സ്ഥലമെന്ന് പറയുന്നത് ഭൂമിയല്ല, മറ്റേതൊരു അന്യഗ്രഹമോ അതുപോലൊരു സ്ഥലമാണ്. ഈ യൂണിവേഴ്സിൽ അല്ല, അവർ വേറൊരു ലോകത്തുള്ളവരാണ്. അവരിപ്പോൾ ഭൂമിയിലാണുള്ളത്. അവരുടെ ശക്തികളും ഒക്കെ ഇവിടെ പല നല്ല കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. അതായത് ഈ ദുഷ്ടശക്തികൾക്ക് എതിരെ അവർ അവരുടെ ശക്തികൾ ഉപയോഗിച്ച് ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുന്നു. ഈ മൂത്തോൻ എന്ന കഥാപാത്രത്തിൻ്റെ എതിര് നിൽക്കുന്ന ഒരു വില്ലൻ കഥാപാത്രമായിരിക്കാം ഈ സിനിമയുടെ തുടക്കത്തിൽ പറയുന്ന ഇഷ്താർ എന്ന് പറയുന്ന കഥാപാത്രം. ഒരുപക്ഷെ ഇഷ്താർ ആയിരിക്കാം ഈ സിനിമയിലെ ഏറ്റവും മെയിൻ വില്ലൻ. അപ്പം ഈ ഇഷ്താർ എന്ന ആ ഒരു വില്ലൻ കഥാപാത്രത്തിനും ഇതേപോലെ ഈ ഒടിയൻ, യക്ഷി, ചാത്തൻ എന്നൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ മൂത്തോൻ്റെ കൂടെ സഹായികളായിട്ട് ഉള്ളതുപോലെ, അല്ലെങ്കിൽ മൂത്തോൻ ഉപയോഗിക്കുന്നത് പോലെ ഇഷ്താറിനും ഇതേ ഓപ്പോസിറ്റായിട്ട് ശക്തിയുള്ള ചില ദുഷ്ടശക്തിയുള്ള കഥാപാത്രങ്ങൾ കാണാം. അപ്പോൾ അവർ ഈ ലോകത്തിൽ തിന്മകൾ ചെയ്യുന്നു, ലോകത്തിന് ദോഷം വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ ചെറുക്കാൻ വേണ്ടി ഈ മൂത്തോൻ ഇവരുമായിട്ട് ചേർന്നുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കാം. അതായിരിക്കാം ഈ കഥയിലെ മെയിനായിട്ടുള്ള സംഭവം. അത് തുടർഭാഗങ്ങളിൽ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു സിനിമയിലെ മൂത്തോൻ എന്ന കഥാപാത്രം മഹാദേവൻ, അതായത് ശിവനുമായിട്ട് സാമ്യമുള്ള ഒരു കഥാപാത്രമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കഥാപാത്രവുമായിട്ട് സാമ്യമുണ്ടെന്ന് പറയാൻ വേറെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഇതിനകത്തിൽ ചാത്തൻ എന്ന് പറയുന്ന ടോവിനോയുടെ കഥാപാത്രം പറയുന്നുണ്ട് 389 ചാത്തന്മാരുണ്ടെന്ന്. ഈ 389 ചാത്തന്മാരുടെ ഒരു കഥ ഞാൻ തപ്പിപ്പോയപ്പോഴത്തേക്ക് കിട്ടിയതൊരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഒരു മഹാദേവൻ്റെ, അതായത് ശിവൻ്റെ ഒരു സ്റ്റോറിയിൽ ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയാം. വിഷ്ണുമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിവൻ്റെ ഒരു അംശമാണ്. ശിവനും മഹാവിഷ്ണുവും കൂടി ചേർന്നുണ്ടായ ഒരു ഇതിൽ നിന്നുണ്ടായതാണ് വിഷ്ണുമായ. അതിൻ്റെ ഒരു വേറൊരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്, ഈ 389 ചാത്തന്മാരുണ്ടായത് ശിവൻ്റെ ബ്ലഡിൽ നിന്ന് ആണ് എന്നൊരു സ്റ്റോറിയുണ്ട്. അപ്പോൾ അവിടെയും ശിവനുമായിട്ടൊരു സാമ്യമുണ്ട്. പിന്നെ അതുകൂടാതെ ഈ നീലിയുടെ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ, നീലിയായി ആ ഒരു കുട്ടി മാറുന്ന ഒരു സമയം, അതായത് യക്ഷിയായി മാറുന്ന ഒരു സമയത്ത് അതിൻ്റെ പഴയ കാലം പറയുമ്പോൾ, അതിങ്ങനെ യക്ഷിയായി മാറുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന അവർ പറയുന്നുണ്ട് ഭദ്രകാളിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. യക്ഷിയമ്മ
കാളിയമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭദ്രകാളി എന്ന് പറയുന്നതും ശിവനിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വന്നിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം വന്നിരിക്കുന്നതിൻ്റെ ഒരു രീതി പറയുമ്പോൾ അത് ശിവനിൽ നിന്ന് ഉത്ഭവിച്ചതിൻ്റെ ഒരു സാമ്യത പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കഥാപാത്രം, പിന്നെ അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു സംഭവം ശിവൻ്റെ ശൂലവുമായിട്ടൊക്കെ, ത്രിശൂലവുമായിട്ടൊക്കെ ഏകദേശം സാമ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കഥാപാത്രം ശിവനുമായിട്ട് സാമ്യമുള്ള ഒരു കഥാപാത്രമായി. പിന്നെ എനിക്കിതിൽ തോന്നിയ വേറൊരു കാര്യം, കഥയുടെ തുടക്കത്തിൽ ചന്ദ്ര പുതിയൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ വരുന്നു. അപ്പോൾ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ചന്ദ്രയോട് പറയുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഫ്ലാറ്റിലേക്ക് ചന്ദ്ര ചെല്ലുമ്പോൾ ആ ഒരു മുറിയിൽ കുറേ സാധനങ്ങളൊക്കെ, കുറേ പഴയ കാലത്തിന് മുമ്പുള്ള സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നത് ചന്ദ്ര ഒരുപാട് കാലം മുമ്പ് ഈ ഒരു മുറിയിൽ താമസിച്ചിട്ടുള്ളതാണ്. ഈ ഒരു സ്ഥലം ചന്ദ്രയ്ക്ക് പരിചിതമായ ഒരു സ്ഥലമാണ്. ആ സാധനങ്ങളും ഒക്കെ ചന്ദ്ര പണ്ടും കണ്ടിട്ടുള്ളതും ഉപയോഗിച്ചിട്ടുള്ളതുമാണ്. അതായത് ചന്ദ്ര 20 വർഷത്തിൽ കൂടുതൽ ഒരിടത്ത് താമസിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ചന്ദ്ര താമസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് പോയ ആൾ വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരികയാണ് എന്നുള്ളതാണ് തോന്നുന്നത്. ആ ഒരു ഫ്ലാറ്റും ഒരുപാട് പഴക്കമുള്ളതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ ജനൽ തുറന്ന് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ സണ്ണിയെ കാണുന്നു. സണ്ണിയെ കാണുമ്പോൾ തന്നെ എന്തോ ഹുക്ക് ചെയ്യുന്ന കൂട്ട് തോന്നുന്നുണ്ട്. അതായത് തൻ്റെ പഴയ കാമുകൻ, മരിച്ചുപോയ ആ ഒരു കാമുകൻ്റെ പുനർജന്മമാണ് ഈ സണ്ണി എന്നുള്ളത് ചന്ദ്രയ്ക്ക് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അത് ആ ഒരു നോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, അതൊരു സംശയമാണ്, ഒരു ഡൗട്ടാണ്. അത് ഞാൻ പറയാം. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കഥയിൽ കുഞ്ഞു നീലിയെ കാണിക്കുമ്പോൾ, അതായത് നമ്മുടെ ചന്ദ്രയുടെ കുട്ടിക്കാലമൊക്കെ കാണിക്കുമ്പോൾ ആ ഒരു കുഞ്ഞു നീലി ആ ഒരു ഗുഹയിൽ ചെല്ലുന്നു. അവിടെ വെച്ചാണ് ഒരു സൂപ്പർ പവറൊക്കെ ഈ ഒരു നീലിക്ക് കിട്ടുന്നത്. ആ ഒരു കുഞ്ഞു നീലിക്ക് സൂപ്പർ പവർ കിട്ടുന്ന ആ ഒരു ഗുഹയിൽ വെച്ച് നമ്മളെ അവിടെ കാണിക്കുന്നത് ഒരു പ്രതിമ കാണിക്കുന്നുണ്ട്. ഒരു തല അതിൻ്റെ താഴെ കിടക്കുന്നു, പിന്നെ കുറേ വവ്വാലിനെയൊക്കെ കാണിക്കുന്നു. ഈ ഒരു ശക്തി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ രക്തത്തിൽ എന്തോ കലരുമ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു ചിരഞ്ജീവിയായിട്ട് മാറുന്നതും ഈ ഒരു അമാനുഷിക ശക്തിയൊക്കെ കിട്ടുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ രക്തത്തിൽ കലരണമെന്നുണ്ടെങ്കിൽ കടിക്കുന്നതിലൂടെയാണ് കലരുന്നതെന്ന് നീലി പറയുന്നുമുണ്ട്. പക്ഷേ അവിടെ ആരും കടിക്കുന്നതായിട്ടോ അവിടെ മറ്റാരെയോ നമ്മളെ കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഗുഹയിൽ മറ്റാരോ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ വേറെ എന്തോ ഒരു ഇതുണ്ട്. ഈ ഒരു ശക്തി കിട്ടുന്നത് കടിക്കുന്നതിലൂടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റാരോ ആ ഒരു ഗുഹയിൽ ഉണ്ടായിരിക്കണമല്ലോ. അത് നമ്മളെ കാണിക്കുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നെക്സ്റ്റ് പാർട്ടിൽ ഇതൊക്കെ നമുക്ക് കാണിക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു പാർട്ടിൽ അതെങ്ങനെയാണ് ആ ശക്തി കിട്ടിയെന്ന് ഒരു ക്ലാരിറ്റി വരുത്തുന്നില്ല. അത് എങ്ങനെയാണെന്ന് എനിക്കും ആലോചിച്ചിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലോക സിനിമ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക. കൂടാതെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക.